ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സുഹൃത്തുക്കളെ, ഇന്ന് മറ്റൊരു ഗംഭീര ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ട്വിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സിനിമയാണിത്. എപ്പോഴും ക്രൈം ത്രില്ലർ തന്നെ ചെയ്യാതെ ചേട്ടാ, ബോറടിക്കുന്നു എന്ന് പറയുന്നവർക്കായി ഇന്ന് സ്വല്പം മാറ്റി പിടിച്ചിട്ടുണ്ട് ഞാൻ. ഇതൊരു ഫാമിലി ത്രില്ലറാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഫാമിലി മാന് സംഭവിക്കുന്ന അസ്വാഭാവികത സംഭവങ്ങളാൽ അയാൾക്കൊരു മുഖ്യമായ വിഷയം അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നു. നല്ല സെന്റിമെന്റ് കഥയാ, തമാശയുണ്ട്, പബ്ലിക് മെസ്സേജ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ അന്വേഷിക്കുന്ന കാര്യം മാത്രം ഒരു ചെറിയ കൊലപാതകം തുടർച്ചയായിട്ട് ആരോ ചെയ്യുന്നുണ്ട്. അത് ഇയാൾ വെറുതെ നോക്കി പോകുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ കൂടി നോക്കുമ്പോൾ ഒരു ഫാമിലി എന്റർടൈനറാ. നല്ല ഖുഷിയാവും കണ്ടു കഴിഞ്ഞാൽ. എന്നാ പിന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ബിഹൈൻഡ് ദ ഷാഡോസ് എന്ന് പറയുന്ന 2024 റിലീസ് ചെയ്ത ഒരു സൗത്ത് കൊറിയൻ ത്രില്ലർ മൂവിയാണ്. പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ തിരക്കിനിടയിൽ കണ്ണട വെച്ച് ആരെയോ ഫോളോ ചെയ്തു പോകുന്ന ഈ ബൃഹത്തുള്ള വ്യക്തിയാണ് നമ്മുടെ കഥാനായകൻ. അങ്ങേര് ഫോളോ ചെയ്തു പോകുന്ന ആൾ ഏതോ വീടിനകത്ത് കയറിയ ഉടനെ ഹീറോ അയാളുടെ ഭാര്യയെ വിളിച്ച്, മാഡം, നിങ്ങളെ കെട്ടിയോനെ ഞാൻ കൈയോടെ പിടിച്ചിട്ടുണ്ട്. കെട്ടിയോനിപ്പോ അയാളുടെ കാമുകിയുടെ വീടിനകത്ത് കയറി. ഉടനെ നിങ്ങൾ ആൾക്കാരെ അയക്കുകയാണെങ്കിൽ പുള്ളിക്കാരനെ കൈയോടെ പിടിക്കാം എന്ന് പറയും. ആ അവീതക്കാരന്റെ ഭാര്യ കുറേയധികം റൗഡികളെ വിട്ട് കെട്ടിയോനെ കൈയോടെ പൊക്കിക്കൊണ്ടുപോകുന്നു. ഇതാണ് നമ്മുടെ ഹീറോയുടെ ജോലി. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. കൂടുതലും അന്വേഷിക്കുന്നത് അവിഹിത കഥകളാണ്. ഭർത്താവിന് സംശയമുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കാമുകനുണ്ടോയെന്ന് അന്വേഷിക്കും. ഭാര്യയ്ക്ക് സംശയമുണ്ടെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് അന്വേഷിക്കും. അതിനൊരു ചാർജ്. ഇങ്ങനെ വളരെ സന്തോഷമായി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഹീറോയുടെ ഓഫീസിലേക്ക് പുതിയൊരു പയ്യൻ കടന്നു വരുന്നു. അവനാകെ വിഷമത്തിലാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, എന്റെ പേര് ഷിയോ എന്നാണ് സാർ. കുറച്ചു നാളായി എന്റെ ഫിയാൻസിയെ കാണുന്നില്ല. ഞാൻ വിളിച്ചിട്ട് അവള് ഫോൺ എടുക്കുന്നില്ല. എവിടെയാ പോയെ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ കണ്ടുപിടിച്ച് തരുമോ എന്ന് ഹീറോയോട് ചോദിക്കും. അപ്പൊ ഹീറോയ്ക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ഹീറോ ആ സിയോക്കിനോട് ചോദിക്കുന്നു. അവളുടെ ഫോണിന് എന്ത് പറ്റി? ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ജോലി സ്ഥലത്ത് അന്വേഷിച്ചോ? അവള് ജോലിക്ക് ഒരാഴ്ച ലീവ് എഴുതി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അവളെ കുടുംബക്കാരോട് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതാണ്. ബാക്കിയുള്ള കുടുംബക്കാരെ കുറിച്ച് ഇയാൾക്ക് അറിയില്ല. ഈ വർഷം അവര് തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പെണ്ണിന് പഴയൊരു വീടുണ്ട്. ഒരുപക്ഷെ അവിടെ പോയിട്ടുണ്ടാവോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ വീട് ആരും തുറന്നിട്ടില്ല. ലൈറ്റ് എല്ലാം ഓഫായിരുന്നു. അതുകൊണ്ട് അവിടെയും പോയിട്ടില്ലെന്നാണ് ഈ ചെറുക്കം വിശ്വസിക്കുന്നത്. അപ്പൊ ഹീറോ ചോദിക്കും, അറിഞ്ഞുകൊണ്ട് അവൾ നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ? അവൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിലോ? ഈ ചോദ്യത്തിന് ചെറുക്കന് മറുപടിയില്ല. അപ്പൊ ഹീറോ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ വഴക്കെന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് പറ്റിയത്? അതിനാ പയ്യൻ പറയും, അതെ, അവൾ മറ്റാരെയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനത് ചോദ്യം ചെയ്തപ്പോൾ ദേഷ്യപ്പെട്ട് പിണങ്ങിപ്പോയതാ. പിന്നീട് അവളെ കാണാൻ പറ്റിയിട്ടില്ല. ഇത് കേട്ട ഹീറോ, അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടുപിടിച്ച് തരിക മാത്രമല്ല, അവൾക്ക് മറ്റേതെങ്കിലും കാമുകനുണ്ടോന്നും കൂടെ ഞാൻ അന്വേഷിക്കണം. അതല്ലേ വേണ്ടത്? ആ ചെറുക്കൻ പറയും, അതന്നെയാണ് വേണ്ടതെന്ന്. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ ഇത് 2 കേസാ. ഒന്ന് മിസ്സിംഗ് പേഴ്സൺ, മറ്റേത് അവിഹിത ബന്ധം. സോ 2 കേസ് അന്വേഷിക്കാൻ 2 ഫീസ് വേണം. തരാൻ തയ്യാറാണോ എന്ന് ഹീറോ ചോദിക്കും. ഞാൻ തയ്യാറാണെന്ന് ആ ചെറുക്കൻ പറയുന്നു. പുള്ളിക്കാരൻ്റെ ഇന്ന് ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങി സൈൻ ചെയ്യിച്ച് അഡ്വാൻസും വാങ്ങിയിട്ടാണ് ഹീറോ പറഞ്ഞുവിടുക. അത് കഴിഞ്ഞ് അടുത്തുള്ള ഹോട്ടലിലേക്ക് ഒരു ചായ കുടിക്കാൻ പോകുന്നു. ആ ഹോട്ടൽ മുതലാളിയെ ഹീറോയ്ക്ക് അറിയാം. എന്റെ ജോലി കഴിഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഫുട്ബോൾ കണ്ടാലോ, നീ എന്റെ വീട്ടിലേക്ക് വരുന്നോ എന്ന് ഹീറോ ആ മുതലാളിയോട് ചോദിക്കുന്നുണ്ട്. അതിന് അയാൾ പറയും, നീ നിന്റെ ഭാര്യയായിട്ട് വഴക്കിട്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ നിന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നില്ല. അവളുമായിട്ടുള്ള പ്രശ്നം നീ തന്നെ തീർക്ക്, അല്ലാതെ എന്നെ ഒരു കരുവാക്കണ്ട. ഇത് കേട്ട ഹീറോ, നീ ഓൾറെഡി ഡിവോഴ്സ് ആയതല്ലേ, നിനക്കെന്ത് പ്രശ്നം വരാനാ? ഞാൻ ഡിവോഴ്സ് ആവാതിരിക്കാൻ എന്തേലും അഡ്വൈസ് നീ എനിക്ക് തന്നൂടെ? ഇത് കേട്ട ഹോട്ടലുകാരൻ പറയും, അവനവന്റെ പ്രശ്നം അവനവൻ തന്നെ സോൾവ് ചെയ്യണം. സോ ഹീറോ ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുക. സമയം ഒരുപാട് വൈകി. അപ്പോഴാണ് ഭാര്യ കയറി വരുന്നത്. ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് മോള് വൈകി വന്നപ്പോൾ അച്ഛൻ ദേഷ്യപ്പെട്ടിരിക്കുകയെന്ന്. പിന്നെയാണ് ഇവർ പറഞ്ഞു ഭാര്യയാണെന്ന്. അവരെ നാട്ടിലെ ആൾക്കാരെ പ്രായം തിരിച്ചറിയാൻ പറ്റില്ല. മേ ബി അതായിരിക്കാം. എന്തായാലും ഭാര്യ വൈകി വന്നത് ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും ഹീറോ അവരെ ചോദ്യം ചെയ്യുന്നില്ല. അവരും കുറച്ചുനേരം നിന്ന് നോക്കിയിട്ട് ഇവൻ ഇതെന്തൊരു ജന്തുവാന്നും പറഞ്ഞ് അകത്തേക്ക് പോകും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ അങ്ങകലെ ദൂരെയായി ഒരു ഔട്ട് ഹൗസ് പുര, വർക്കിംഗ് ഷെഡ്. അതിനകത്ത് ഏതോ ഒരു പാവപ്പെട്ട പെണ്ണിനെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കില്ലർ. പിറ്റേ ദിവസം പോലീസുകാർക്ക് ഈ ബോഡി കണ്ടുകിട്ടുന്നു. നല്ല മഴയായതുകൊണ്ട് തന്നെ രാത്രി കിട്ടാവുന്ന എവിഡൻസുകളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ടെന്ന് ചെറിയ പോലീസുകാർ പറയും. ഈ വീട്ടിലെ അതിഥി തൊഴിലാളികളാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അവർ ലീവിന് നാട്ടിൽ പോയിരിക്കുക. ആരും അവിടെ താമസിക്കുന്നില്ല. അപ്പോഴാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. പകൽ അടുത്ത വീട്ടിലെ പട്ടികൾ കുരയ്ക്കുന്ന കണ്ടിട്ട് അയൽവാസി വന്ന് നോക്കിയപ്പോഴാണ് ഈ ബോഡി കിടക്കുന്നത് കണ്ടത്. ഈ കേസ് അന്വേഷിക്കുന്ന സുന്ദരനായ ഒരു പോലീസുകാരനുണ്ട്. അയാൾ പറയും, ചുറ്റുമുള്ള വീടുകളിലെല്ലാം അന്വേഷിക്കൂ. ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാൻ പറയാം. അതേപോലെ അവരുടെ CCTV ഫൂട്ടേജുകളും ഒന്ന് പരിശോധിക്കണം എന്ന് പറയും. അപ്പോഴാണ് മറ്റൊരു പോലീസുകാരൻ, സാർ,
നമുക്കൊരു മിസ്സിംഗ് പേഴ്സന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്ന ഡീറ്റെയിൽസുമായിട്ട് ഈ മരിച്ച പെണ്ണിന്റെ ബോഡി മാച്ച് ചെയ്യുന്നുണ്ട്. ലീ ഓക്കേന എന്ന് പറഞ്ഞ പെണ്ണാണ് ഇന്നലെ മിസ്സിംഗ് ആയിട്ടുള്ളത്. ഇതേ സ്ത്രീ കുറച്ചു നാൾ മുന്നേ സ്റ്റേഷനിലേക്ക് വന്നിരുന്നു, ഭർത്താവ് തല്ലുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഭാര്യയായിരുന്നു ഭർത്താവിനെ തല്ലിക്കൊണ്ടിരുന്നു. ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് പോലീസുകാരൻ പറയും. ഉടനെ സുന്ദരം പോലീസ് എന്തായാലും ആ ഭർത്താവിനെയും കൂടെ പിടിച്ചോണ്ട് വരൂ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഈ പോലീസുകാരൻ നടന്നു പോകുമ്പോൾ ആ ബോഡി കണ്ട ഷോക്കിലാവും ആള് ബോധം കെട്ട് വീഴാണ്. പിന്നീട് അയാൾ കണ്ണ് തുറക്കുമ്പോൾ ആശുപത്രിയിലായിരിക്കും കിടന്നുകൊണ്ടിരിക്കുക. ബോധം വന്ന് എഴുന്നേറ്റ പോലീസുകാരൻ തൊട്ടടുത്തുള്ള ഫീമെയിൽ വാർഡിലേക്ക് പോകുന്നു. അവിടെ മറ്റൊരു സ്ത്രീ കിടപ്പുണ്ട്, അനങ്ങാൻ പറ്റാതെ കോമയിൽ കിടക്കുന്ന ഒരു സ്ത്രീ. ഈ പോലീസുകാരൻ ചെന്ന് ആ സ്ത്രീയെ പരിചരിച്ച്, ഞാനിന്ന് വൈകിപ്പോയി, ഒരു ചെറിയ കേസ് ഉണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കൂ എന്ന ലേഡിയോട് പറയും. സംഭവം ഈ ലേഡി നമ്മുടെ പോലീസുകാരന്റെ ഭാര്യയാണ്. കൊരയ്ക്കാതട പട്ടി. പുള്ളിക്കാരിയെ ഓർത്തിട്ടായിരിക്കും ചിലപ്പോൾ പോലീസുകാരൻ ബോധം കെട്ട് വീണിട്ടുണ്ടാവുക. എന്തായാലും അത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയെ ഒരു പഴയ അയൽവാസി കൂട്ടുകാരൻ കാണാൻ വരുന്നുണ്ട്. ആള് ചുമ്മാ തരികിട പരിപാടികളൊക്കെ ആയിട്ട് ഒരു റൗഡിയുടെ സഹായിയായിട്ട് നടക്കുന്ന ഒരു ഫ്രോഡാണ്. അയാൾ ഹീറോയോട് പറയും, നിനക്ക് വേണ്ടി ഒരു അടിപൊളി ജോലി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഹീറോ, ഇങ്ങനെ ചിട്ടിപ്പലിശക്കാരുടെ ജോലിയൊന്നും ഞാൻ ഏറ്റെടുക്കില്ല, എവിടെയെങ്കിലും പൈസ പിരിക്കാൻ പോയിട്ട് അടി കിട്ടുകയോ പോലീസ് പിടിക്കുകയോ ചെയ്യും, ഞാനില്ല എന്ന് പറയും. അപ്പൊ ആ ഫ്രോഡ് കൂട്ടുകാരൻ, പൈസ പിരിക്കുന്ന ജോലിയൊന്നുമല്ല, നീ നോക്കുന്ന അതേ ജോലിയാ. എന്റെ ബോസിന് അയാളുടെ കാമുകിയിലൊരു സംശയം, കാമുകി അയാളെ ചതിക്കുന്നുണ്ടോ എന്നൊരു സംശയം, അതുകൊണ്ട് നീ അവളെ ഫോളോ ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ, ചെറിയ പണിയാ. ഇത് പറഞ്ഞിട്ടും ഹീറോ സമ്മതിക്കില്ല. ഈ ഗ്യാങ്സ്റ്റർമാരുമായിട്ട് എനിക്കൊരു കണക്ഷനും വേണ്ടടാ, എന്നെ വിട്ടേക്ക്, ആരെയും വെടികൊണ്ട് ചാവേണ്ടി വരും. ഇത് കേട്ടാ കൂട്ടുകാരൻ പറയും, നീ സമ്മതിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ വരുന്നത്. ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ പഠിച്ച കൂട്ടുകാരനല്ല ഞാൻ, എന്നോട് കരുണ കാണിച്ചൂടെ? നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം, മറ്റാരെയും വിട്ടാ കൊള്ളില്ല, അവരൊന്നും നിന്നെ പോലെ പ്രൊഫഷണൽ അല്ലല്ലോ, ദയവേത് സമ്മതിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കും. സോ ഹീറോ എന്ന അവളുടെ ഡീറ്റെയിൽസ് കൊണ്ടുവാ, നമുക്ക് നോക്കാമെന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരനൊരു ഉമ്മയും കൊടുത്തിട്ട് പോകും. അപ്പോഴായിരിക്കും 2 കോളേജ് കുട്ടികൾ വന്നിട്ട്, ഞങ്ങളുടെ പട്ടിക്കുട്ടിയെ കണ്ടുപിടിച്ചു തരാന്ന് പറഞ്ഞ് നിങ്ങൾ പണം വാങ്ങിയതല്ലേ, എന്നിട്ട് എവിടെ പോയി പട്ടിക്കുട്ടി, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണെന്ന് ചോദിക്കാം. ഹീറോയ്ക്കാണെങ്കിൽ പട്ടിക്കുട്ടിയുടെ കേസ് വന്നായിട്ട് ഓർമ്മ പോലുമില്ല. കണ്ടുപിടിച്ചു തരാം, ഞാൻ അതിനന്വേഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം ബുക്ക് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു പട്ടിക്കുട്ടിയുടെ കേസ് വന്നിട്ടുണ്ട്. അതാണെങ്കിൽ കൊറിയയിൽ എല്ലായിടത്തും കാണുന്ന പട്ടിയുടെ രൂപം. ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? അടുത്ത തവണ ഒരു പാണ്ടാക്കരടീനെ വളർത്ത്, അതിനെയാണെങ്കിൽ പിന്നെയും കണ്ടുപിടിക്കായിരുന്നു എന്നങ്ങേരും മനസ്സിൽ പിറുവിറുക്കും. അത് കഴിഞ്ഞന്ന് വൈകിട്ട് ഈ ഗ്യാങ്സ്റ്റർ ഗേൾഫ്രണ്ടില്ലേ, ആ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ ഗ്യാങ്സ്റ്റർ ഹീറോയ്ക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്, ഒപ്പം അവളുടെ വിവരങ്ങളും. ആ പെൺകുട്ടിയുടെ പേര് ബെറ്റി എന്നാണ്. ഹീറോ അങ്ങനെ ആ പെൺകുട്ടിയുടെ വിവരങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു കേസുമായിട്ട് പുതിയൊരാൾ വരിക. അയാൾ വന്നിട്ട് പറയും, എനിക്ക് വേണ്ടി നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യണം, വളരെ സീക്രട്ടാണ്, ഞാൻ അവളുടെ വിവരങ്ങളെല്ലാം തരാം. ഒരു 35 വയസ്സുള്ള സ്ത്രീയാണ്, അവളുടെ പേര് ക്വാം വെങ് സാം. എന്നെ ഇവള് ചതിക്കുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞിട്ട് അയാള് ഹീറോയുടെ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. ഹീറോ ഞെട്ടിപ്പോവും. എന്നാലും മുഖത്ത് ആ ഞെട്ടല് കാണിക്കാതെ ഈ സ്ത്രീ നിങ്ങളുടെ ആരാണെന്ന് ഹീറോ അയാളോട് ചോദിക്കുകയാണ്. അയാൾ പറയും, എന്റെ കാമുകിയാണെന്ന്, എനിക്ക് അവളെ സംശയമുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കും, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അതറിഞ്ഞിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. നിങ്ങൾ തമ്മിൽ എത്ര കാലമായിട്ട് പരിചയമുണ്ട്? അയാൾ പറയും, 3 മാസമായിട്ട് പരിചയമുണ്ട്. ഈ 3 മാസത്തിൽ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, അവൾ നിങ്ങളെ കാമുകനായി കരുതുന്നുണ്ട് എന്നെങ്ങനെയാണ് ഉറപ്പിക്കാൻ പറ്റുക? നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അത് ചോദിക്കുമ്പോൾ അയാൾ പറയും, മറ്റെന്തെങ്കിലും സംഭവിക്കാതെയാണോ ഞാൻ അവളെ അന്വേഷിക്കാൻ പറയുക? ഞാൻ നിങ്ങൾക്ക് തന്ന ജോലി ചെയ്യൂ ആദ്യം, ഇങ്ങനെ തുരുതുരാ ചോദിക്കാതെ. അപ്പൊ ഹീറോ ഒരു 2 ചോദ്യം കൂടെ, എന്തുകൊണ്ടാണ് അവൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു? അത് കേട്ട് അയാൾ പറയും, എല്ലാ ദിവസവും വളരെ വൈകിട്ടാണ് ഇവള് വീട്ടിലേക്ക് പോകുന്നത്, ഞങ്ങൾ തമ്മിൽ കണ്ടില്ലെങ്കിലും ഇവള് വൈകിയാണ് വീട്ടിലേക്ക് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. ഹീറോ ആലോചിക്കും, ഇത് ഞാൻ ചിന്തിക്കേണ്ട കാര്യമല്ലേ, അതല്ല ഇവൻ ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു വിധി അത്. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഏജൻസി നിങ്ങൾക്ക് വേണ്ട ജോലി ചെയ്തു തരും, എവിഡൻസുകളെല്ലാം ഫോട്ടോഗ്രാഫായിട്ടും സ്ക്രീൻഷോട്ടായിട്ടും കാണിച്ചു തരും, ധൈര്യമായിട്ട് അഡ്വാൻസ് വന്നിട്ട് പോയിക്കോളെന്ന് പറയും. അപ്പം അയാൾ, എനിക്ക് കാണേണ്ടത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ, അത് തന്നെ ഉറപ്പായിട്ടും കാണണമെന്ന് പറഞ്ഞിട്ട് ചെക്കും കൊടുത്തിട്ട് ഇറങ്ങിപ്പോവാ. പോകാൻ നേരം ഹീറോ അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ് ഇങ്ങോട്ട് അയച്ചത്? എങ്ങനെയാണ് എൻ്റെ കമ്പനി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? അപ്പം അയാൾ പറയും, ഞാൻ ഓപ്പോസിറ്റുള്ള ട്രാവൽ ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ ഓഫീസ് കാണാറുണ്ട്, എന്നാൽ എനിക്കൊരു ആവശ്യം വരുമെന്ന് വിചാരിച്ചില്ല, ഇപ്പൊ വന്നപ്പോൾ നേരിട്ട് അന്വേഷിക്കാമെന്ന് കരുതി അങ്ങനെ വന്നാണെന്ന് പറയും. ഹീറോ ആണെങ്കിൽ ഭാര്യയെക്കുറിച്ച് ആലോചിച്ച് ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. കുറെ ബിയറും കഴിച്ച് തന്റെ അസിസ്റ്റന്റുമാരെ കാത്തിരിക്കുകയാണ് ഹീറോ. 2 കോളേജ് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്, ഇവരാണ് ഹീറോയ്ക്ക് വേണ്ടി ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഹീറോ 3 ഫയലുകൾ എടുത്തിട്ട്, ഈ മാസം നമുക്ക് 3 കേസാണ് വന്നിരിക്കുന്നത്, ഓരോരുത്തരും ഓരോ കേസ് ഫോളോ ചെയ്ത് പോകണമെന്ന് പറയും. ഗ്യാങ്സ്റ്ററെ കേസ് കണ്ണാടിക്കാരന് കൊടുക്കുന്നു, രണ്ടാമത്തെ ഭാര്യയുടെ കേസ്
ചുവന്ന മുടിക്കാരന് കൊടുക്കും. അത് കഴിഞ്ഞ് ഫിയാൻസിനെ കാണാനില്ല എന്ന് പറഞ്ഞ കേസല്ലേ, അത് ഹീറോ തന്നെ അന്വേഷിക്കാന്ന് പറയും. അപ്പൊ ഈ ചുവന്ന മുടിക്കാരൻ ഫയല് തുറന്നു നോക്കി ഞെട്ടി, സാർ ഇത് നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ പറയും, അതെ, ഏതോ ഒരുത്തൻ എന്റെ ഭാര്യയിൽ സംശയമുണ്ട്, അവൾ അവനെ ചതിക്കുന്നുണ്ടോ എന്നൊരു സംശയം, അത് അന്വേഷിക്കാൻ എന്നെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുക. അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ അവളുടെ ഭർത്താവാണെന്ന്. ഞാൻ അവൾ അന്വേഷിച്ചു പോയാൽ അവൾ കണ്ടുപിടിക്കും, അതുകൊണ്ടാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ഇത് കേട്ട് അസിസ്റ്റന്റുമാർ ഞെട്ടും, സാർ പക്ഷേ അത് നിങ്ങളുടെ ഭാര്യയല്ലേ, ഞങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്കത് വിഷമായാലോ? ഹീറോ പറയും, ഒരുപക്ഷെ വിഷമാവുമായിരിക്കും, എന്നാലും അത് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. എന്തൊരു വിധിയാത്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോ ആ ഗ്യാങ്സ്റ്ററെ കാമുകിയെ ഫോളോ ചെയ്ത് പോവാണ്. അപ്പോഴായിരിക്കും കാണാതായ ആ ഫിയാൻസിയുടെ നമ്പർ കുറച്ച് നാളായിട്ട് സ്വിച്ച് ഓഫ് ആണ്, ഇനിയും അത് ഓൺ ആയിട്ടില്ല എന്ന് അസിസ്റ്റന്റ് വിളിച്ച് പറയാം. വേണമെങ്കിൽ ഫോണിന്റെ IP അഡ്രസ്സ് വെച്ചിട്ട് അത് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ അതിന് കൂടുതൽ പണം ചെലവാകുന്നതുകൊണ്ട് വേണ്ട അത് ഓൺ ആകുന്നതുവരെ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ആ കേസ് വിടുകയാണ്. ഈ സമയത്ത് ബെറ്റി ഹീറോയെ പാസ് ചെയ്തു പോകുന്നു. ബെറ്റി അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഹീറോ അവളുടെ വീടിന് ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള സ്റ്റെയർ കേസിന് മുകളിലായി ആരും കാണാതെ ഒരു ക്യാമറ സ്ഥാപിക്കും, അവൾ വന്നു പോകുന്നത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് പോലീസുകാർക്കൊരു ബോഡി കിട്ടിയില്ലേ, അവർക്ക് ആ മരിച്ച പെണ്ണിന്റെ ഭർത്താവിന് സംശയമായിരുന്നു. എന്നാൽ ഭർത്താവിന്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാൾ ഫുൾ നൈറ്റ് ഒരു പബ്ബിലായിരുന്നു. അന്നേ ദിവസത്തെ ഒരു അലിബൈ ഉണ്ട്, അതായത് ഒരു സാക്ഷിയുണ്ട് അയാൾക്ക്. അന്ന് അയാൾ ക്രൈം സീനിൽ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷിയുണ്ട്. അപ്പോഴായിരിക്കും മറ്റൊരു PC ലേഡി വന്നിട്ട്, സാർ ക്രൈം നടന്ന സ്ഥലത്തിന് ചുറ്റും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു വീട്ടിൽ CCTV ക്യാമറയുണ്ട്, അതിൽ ആ കില്ലർ വന്നു പോകുന്നതിന്റെ വിഷ്വൽസ് ഉണ്ടത്രേ, നമുക്കത് അവർ തരാമെന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ സുന്ദരം പോലീസ് പറയും, എത്രയും പെട്ടെന്ന് ആ ഫൂട്ടേജ് നിങ്ങൾ കളക്ട് ചെയ്യണമെന്ന്. ഈ സമയത്ത് ഹീറോ ആണെങ്കിൽ ആ ബെറ്റിപ്പെണ്ണിനെ ഫോളോ ചെയ്ത് ഒരു പബ്ബിലേക്ക് വന്നിരിക്കുക. ആ പബ്ബിലെത്തുമ്പോൾ അവിടെ വേറൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടാവും. അയാളെ നേരത്തെ ഹീറോയ്ക്ക് അറിയാം. അയാൾ വന്നിട്ട് ഹീറോയോട് പറയാണ്, ക്ലോവി നിന്നെ മാത്രമല്ല അവളെ ഫോളോ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ട ഹീറോ പറയും, അതെന്തായാലും എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, നിന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ ഇവർ പരസ്പരം ട്രോളിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ അയാളോട് ചോദിക്കും, ഒരുപക്ഷെ നിന്റെ ഭാര്യയ്ക്ക് അഫയർ ഉണ്ടെന്നും പറഞ്ഞ് വേറൊരാൾ നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞാൽ നീ അന്വേഷിക്കോ? വെറുതെ ഒരു ചോദ്യമായിട്ട് ചോദിച്ചെന്നേ ഉള്ളൂ, ഉത്തരം പറയും. അത് കേട്ട ആ ഡിറ്റക്റ്റീവ് പറയും, ഞാൻ എന്തിനു അന്വേഷിക്കണം? ഒരുപക്ഷെ എനിക്ക് അവളെ വിശ്വാസമില്ലെങ്കിൽ അവളെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് തനിച്ച് ജീവിക്കുക, അതല്ല അവളെ കൂടെ ജീവിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഒന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് സമാധാനമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഇത് രണ്ടും ചെയ്യാതെ അവൾ അന്വേഷിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല, അതാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞ് അയാൾ ബിയർ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അന്ന് വൈകിട്ട് ഹീറോ പതിവ് പോലെ വീട്ടിലേക്ക് വന്ന് മാച്ചും കണ്ടിരിക്കുക. ഭാര്യയോടൊന്നും സംസാരിക്കുന്നില്ല. ഭാര്യ എന്തോ ഭക്ഷണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് ഹീറോ കഴിക്കുന്നുമില്ല. പിറ്റേന്ന് ഹീറോയുടെ അസിസ്റ്റന്റ് വിളിച്ചിട്ട്, സാർ നിങ്ങളെ ഭാര്യയുടെ കാമുകൻ 3-4 ദിവസമായി അവരെ മീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ എവിടുന്നോ അവർക്കൊരു ബൊക്കെ സമ്മാനമായിട്ട് വന്നിട്ടുണ്ട്, അതാരാണ് അയച്ചെന്നറിയില്ല, ഞങ്ങളത് കണ്ടുപിടിക്കണമെന്ന് ചോദിക്കും. ഹീറോ അത് അയച്ച ആളെ കണ്ടുപിടിക്കുക, ഞാൻ മറ്റൊരു കേസിലാണെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ആ സമയത്താണ് ബെറ്റി ഹീറോയുടെ കാറ് ക്രോസ് ചെയ്ത് പോവാ. ഹീറോ ബെറ്റിയെ വിളിച്ചിട്ട്, ബെറ്റി നീ മറാക്കയുടെ ഗേൾഫ്രണ്ട് അല്ലേ, എനിക്കൊരു പ്രത്യേക കാര്യം നിന്നോട് പറയാനുണ്ട്, പ്രൈവറ്റ് ആണ്, വണ്ടിക്കകത്ത് കയറ്, നീയുമായി സംബന്ധിച്ച കാര്യമാണെന്നും പറഞ്ഞ് പെണ്ണിനെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് അവൾക്ക് പബ്ബിലുള്ള ഒരു മൊട്ടത്തലേനുമായി ബന്ധമുള്ള വീഡിയോ കാണിച്ചു കൊടുക്കും. ഏതോ ഒരു മൊട്ടത്തലേനെ പുള്ളിക്കാരി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അതിന്റെ ഫൂട്ടേജ് ഹീറോയുടെ കയ്യിലുണ്ട്. ഇത് കണ്ട ശേഷം ബെറ്റി പറയും, നിങ്ങൾ എന്തുകൊണ്ട് ഇതെനിക്ക് കാണിച്ചു എന്നെനിക്കറിയില്ല, പണത്തിന് വേണ്ടിയാണെങ്കിൽ എന്റെ കയ്യിൽ ചില്ലിക്കാശില്ല, ഇനി അയാൾക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ തനിക്കെതിരെ ഞാനും ചില കാര്യങ്ങൾ ചെയ്യും. ഇത് കേട്ട ഹീറോ പറയും, നിന്റെ ബോയ്ഫ്രണ്ട് ഒരു ഗാങ്സ്റ്റർ ആണ്, അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാനും അതിന് ഉത്തരവാദിയാകും, അതുകൊണ്ടാണ് ഞാനിത് നിനക്ക് കാണിച്ചത്. അത് കേൾക്കുമ്പോൾ ബെറ്റി പറയും, എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും നോക്കണ്ട, ഈ വീഡിയോ നീ മറാക്കയ്ക്ക് കാണിച്ചു കൊടുത്താൽ ഞാൻ അയാളോട് പറയും നീ എന്നെ കൂടെ കിടക്കാൻ നിർബന്ധിച്ചെന്ന്, ഞാൻ വഴങ്ങാത്തത് കൊണ്ടാണ് നീ ആ വീഡിയോ അയാൾക്ക് കാണിച്ചു കൊടുത്തതെന്ന് ഞാൻ പറയും. ഞാൻ കുടുങ്ങുകയാണെങ്കിൽ ഞാൻ മാത്രമല്ല നിന്നെയും കുടുക്കിയിട്ടേ ഞാൻ പോവുള്ളൂ എന്നും പറഞ്ഞ് അവൾ ഹീറോയെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോവാ. ഹീറോ അത് കേട്ട് ചിരിക്കും. എന്തായാലും അവളെ കൊടുക്കാൻ ഹീറോ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. അന്ന് വൈകുന്നേരം ഹീറോയുടെ ഭാര്യയുടെ കാമുകനില്ലേ, അയാൾ ഹീറോയെ വിളിച്ചിട്ട്, ഇന്ന് എന്റെ പെണ്ണിനെ നിങ്ങൾ ആരും ഫോളോ ചെയ്യണ്ട, കാരണം ഇന്ന് ഞാനാണ് അവളെ മീറ്റ് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ ഫോളോ ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ഇത് കഴിയുമ്പോൾ ഹീറോ ആകെ ടെൻഷനായി ദേഷ്യത്തിലിരിക്കുകയാണ്. ഹീറോ ഭാര്യയ്ക്ക് വിളിച്ച്, ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നില്ല, കൂട്ടുകാരന്റെ കൂടെ ഗെയിം കാണാൻ പോവാണ്, നീ കഴിച്ചുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. എന്നിട്ട് ഒരു അസിസ്റ്റന്റിനെ വിളിച്ച് ഭാര്യയെ ഫോളോ ചെയ്ത് പോകാൻ പറയുന്നുണ്ട്. ആ ചെറുക്കനാണെങ്കിൽ, എനിക്ക് നാളെ എക്സാം ആണ് സാർ, ഇന്ന് ഒരു ദിവസം ലീവ് തരുമോ എന്ന് ചോദിക്കും. അതിന് ഹീറോ, എക്സാം അടുത്ത വർഷം വരുമല്ലോ, അപ്പ ചെന്ന് എഴുതാം, ഇപ്പൊ ഫോളോ ചെയ്യണമെന്നും പറഞ്ഞ് പയ്യനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞുവിടാം. അപ്പോഴായിരിക്കും രണ്ടാമത്തെ അസിസ്റ്റന്റ് വിളിച്ചിട്ട്, കാണാതെ പോയ ഫിയാൻസിയുടെ മൊബൈൽ നമ്പർ ഓൺ ആയിട്ടുണ്ട്, അവളുടെ പഴയ വീട്ടിലാണ് ആ പെണ്ണ് താമസിക്കുന്നത്, ഞാൻ ലൊക്കേഷൻ അയക്കാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. അങ്ങനെ ആ മിസ്സിംഗ് ഫിയാൻസിയെ ഹീറോ കാണാൻ പോവാ. ആ പെണ്ണിന്റെ വീടിന് തൊട്ടടുത്ത് കാർ നിർത്തി ഒരു ഭാഗത്ത് ഒളിച്ചിരുന്ന് ഹീറോ
അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും ഏതോ ഒരു കാർ അവിടെ വന്ന് സ്റ്റോപ്പ് ആവുന്നു. അതിനകത്ത് നിന്ന് തൊപ്പിയും മാസ്കും വെച്ച ഒരാൾ ഈ വീട്ടിലേക്ക് നടന്നു പോകുന്നത് ഹീറോയ്ക്ക് കാണാം. ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഹീറോ ഫോട്ടോ എടുത്ത് വെക്കും. അയാൾ വന്ന കാറിന്റെ. ഈ മനുഷ്യൻ നേരെ ചെന്ന് ആ വീട്ടിലെ പെണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് ഒരു കോള് വരുന്ന. ഹീറോയുടെ ഭാര്യയും ആ ട്രാവൽ ഏജൻസിയിലെ ആളും ഏതോ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ട്. അവർ ആ ഹോട്ടലിനകത്തേക്ക് കയറിപ്പോകുന്ന അവൻ കണ്ടു. അവൻ ആ ഹോട്ടലിനകത്തേക്ക് കയറിപ്പോകാൻ പേടിയാണ്. മാത്രമല്ല നാളെ പരീക്ഷയുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് അവൻ പറയും. സോ ഈ മിസ്സിംഗ് ഫിയാൻസിയുടെ കേസ് ഇവിടെ തന്നെ വിട്ടിട്ട് ഹീറോ ഭാര്യയുടെ കേസിന് പുറകെ ചെല്ലാണ്. അല്ലാതെ വേറെ വഴിയില്ല. ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ കന്നഡക്കാരൻ അവർ 19ാം ഫ്ലോറിലാണ്. ഏതാ മുറിയെന്നറിയില്ല, നിങ്ങൾ പോയി നോക്കുമെന്ന് പറയും. ഹീറോ നീ എഴുതുന്ന പരീക്ഷയിൽ ഫെയിലായി പോട്ടെ എന്നും പറഞ്ഞ് നേരെ 19th ഫ്ലോറിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് മൊബൈൽ ഫോണിൽ ഭാര്യയുടെ നമ്പറിലേക്ക് വിളിക്കും. എന്നിട്ട് ഏത് മുറിയിലാണോ റിംഗ് അടിക്കുന്നത് ആ മുറിയുടെ അടുത്തേക്ക് ചെല്ലാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ട്രാവൽ ഏജൻസിക്കാരൻ വാതിൽ തുറക്കുന്നു. അയാൾ തുറന്ന ഉടനെ ഹീറോയെ കണ്ടിട്ട് നിന്നെ ഇന്ന് ഫോളോ ചെയ്യേണ്ടെന്ന് പറഞ്ഞല്ലേ, എന്തിനിങ്ങോട്ട് വന്ന് ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ നോക്കുക. അപ്പൊ ഹീറോ അയാളെ തള്ളി മാറ്റിയിട്ട് ഇത് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമെന്നും പറഞ്ഞ് അകത്ത് ചെന്ന് ഒളിച്ചിരിക്കുന്ന ഭാര്യയെ കണ്ടുപിടിക്കും. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, നീ കളി കാണാൻ പോവാണെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു? അത് കേട്ട ഹീറോ പറയും, ഞാൻ കളി കാണാൻ പോണു എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നിന്റെ ഇവിടത്തെ കളി എനിക്ക് മനസ്സിലായത്. അതിന് ഭാര്യ പറയും, ഇപ്പൊ നിനക്കെല്ലാം അറിഞ്ഞില്ലേ, ഇനി എന്താണ് നിനക്ക് വേണ്ടത്? അത് കേട്ട ഹീറോ, എനിക്കെന്താ വേണ്ടതെന്നോ? നിനക്കെന്താണ് വേണ്ടത് അതാണ് നീ പറയേണ്ടത്. അത് കേട്ട ഭാര്യ പറയും, നീ ഇപ്പോഴാണോ ചോദിക്കുന്നത് എനിക്കെന്താ വേണ്ടതെന്ന്? നിനക്ക് എത്രയോ സമയങ്ങളുണ്ടായിരുന്നല്ലോ, അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല, ഇപ്പോഴാണോ നിനക്ക് അറിയേണ്ടത്? ഹീറോ ഉടനെ ഭാര്യയുടെ കയ്യും പിടിച്ച് വലിച്ച് അവളെ കാറി കയറ്റിയിട്ട് ഇനി പറയും, നിനക്കെന്തായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നു? നീ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന് ഭാര്യ, അവിടെ വെച്ച് നീ എന്നെ കണ്ടപ്പോ നീ എന്നെ തല്ലുമെന്ന് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ അവനുമായിട്ട് അടിയുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ. പക്ഷെ നീ അങ്ങനെ ചെയ്തില്ല. ഒരുവൻ നിന്റെ ഭാര്യയെ പിന്തുടരാൻ പറഞ്ഞപ്പോ നീ അയാൾക്ക് വേണ്ടി ജോലി ചെയ്തു. എന്നോടല്ല വന്ന് ചോദിച്ചത്, അയാളെ സഹായിക്കുകയാണ് ചെയ്തത്. താനൊക്കെ ഒരാണാണോ? ഇത് കേട്ട ഹീറോ പറയും, ഓ ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ, തെറ്റല്ല എന്റെ തന്നെയാ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, ഐ എം സോറി. സന്തോഷായോ? അതിന് ഭാര്യ പറയും, അല്ല എനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത്, ഞാൻ ചെയ്താണ് തെറ്റ്. പക്ഷേ നിന്റെ പ്രവർത്തനമാണ് എന്നെ കൂടുതൽ സങ്കടത്തിലാക്കുന്നത്. എന്റെ ആവശ്യങ്ങൾക്ക് നീ ഒരു വിലയും തന്നിട്ടില്ല. എനിക്കൊരു കുഞ്ഞിനെ വേണം, എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ, അതാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. അതിന് ഹീറോ പറയും, ഒരു കുഞ്ഞിനെ വളർത്താനുള്ള പണം എന്റെ കയ്യിലായിട്ടില്ല. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന എന്നെ കഷ്ടപ്പെട്ടിട്ടാ, അതിലൊരു കുഞ്ഞിനെ അഫോർഡ് ചെയ്യാൻ എന്റെ കയ്യിൽ പണമില്ല, ഞാനത് പറഞ്ഞല്ലേ. അത് കേട്ട് ഭാര്യ പറയും, കുഞ്ഞിനെ വളർത്താൻ പണമില്ലെങ്കിൽ പുതിയ ജോലിക്ക് പോ, വേറെ ജോലി കണ്ടുപിടിക്കുക, പണം ഉണ്ടാക്കാൻ നോക്ക്, അല്ലാതെ ആ കാരണം പറഞ്ഞ് എന്റെ ജീവിതം കളയല്ല വേണ്ടത്. അപ്പൊ ഹീറോ, ഈ ഒരു ജോലി എനിക്കറിയൂ, മറ്റേത് ജോലിക്കാണ് ഞാൻ പോണ്ടത്? കൊറിയർ ആയിട്ടോ ഡെലിവറി ബോയ് ആയിട്ടോ? അതിൽ ഇതിനേക്കാൾ ശമ്പളം ഉണ്ടെന്നാണ് നീ വിചാരിക്കുന്നത്? ഈ നാട്ടിൽ എനിക്ക് പറ്റിയ ജോലിയില്ല, നീ അത് മനസ്സിലാക്കില്ല, നിനക്കത് അറിയേണ്ട ആവശ്യമില്ല, എല്ലാം എന്റെ തെറ്റാണെന്നും പറഞ്ഞ് ഹീറോ കാറിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത് കേട്ട ഭാര്യ പറയും, ജോലിയല്ല പ്രശ്നം, നീയാണ് കുഴപ്പം, നീ ചെയ്യുന്ന ജോലിക്ക് നീ പ്രാധാന്യം കൊടുക്കുന്നില്ല, പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതിന് ഹീറോ, ഇവിടെ എനിക്ക് വേണ്ടി എന്ത് ജോലിയാണ് നീ എടുത്തു വെച്ചിരിക്കുന്നത്? ഹോങ്കോങ്ങിൽ ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു, അവിടെ ഒരു ഫേമസ് ഡിറ്റക്റ്റീവാണ് ഞാൻ, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നിന്റെ അമ്മയാണ് പറഞ്ഞത്, നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ, നിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഈ നാട്ടിലേക്ക് മാറി താമസിക്കണമെന്ന്. ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ നാട്ടിലേക്ക് വന്നത്, എന്നിട്ട് നീ ഇത് എന്നോട് ചെയ്തു. അത് കേട്ട ഭാര്യ പറയും, പഴയ കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ കഴിഞ്ഞു പോയതാ. ഇപ്പൊ നമുക്ക് സ്വയം തീരുമാനം എടുക്കേണ്ട പ്രായമായി. പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നോക്കേണ്ടിയിരുന്നത്, അല്ലാതെ പഴയ സ്വപ്നം കണ്ട് നിന്നെ പോലെ ജീവിക്കല്ല വേണ്ടത്. ആ ലിങ്ങിന്റെ ഭർത്താവ്, അയാളൊരു പോപ്പ് സ്റ്റാർ ആയിരുന്നു, ഇപ്പൊ അയാളൊരു സാധാരണ വെയിറ്ററാ. എന്നാൽ അവർ ജീവിക്കുന്നില്ലേ, അവർക്ക് പണമാണ് പ്രശ്നം. ഇത് കേട്ട ഹീറോ പറയും, ലിങ്ങിന്റെ ഭർത്താവിനൊരു സെറ്റപ്പ് ഉണ്ട്, നിനക്കതറിയോ? എനിക്കതറിയാം, ഞാൻ നിന്നോട് പറഞ്ഞില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഇത്രയും കാലമായിട്ടും നിന്റെ വിശ്വാസം തകർത്തിട്ടില്ല, ഞാൻ നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. നിനക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ സാധിച്ചു തന്നിട്ടുണ്ട്, നിന്റെ ചെലവിന് വേണ്ടിയുള്ള പണം എല്ലാം ഞാൻ തന്നിട്ടുണ്ട്. എന്നിട്ടും ആ കുള്ളൻ കുട്ടത്തലേനെയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്. അവൻ വെറും ഒരു ട്രാവൽ ഏജന്റ് ആണ്, എന്നിട്ടും നീ അവനെയാണ് തിരഞ്ഞെടുത്തത്. ഇമാതിരി പരിപാടിയൊന്നും എന്റെ കുടുംബത്തിൽ പറഞ്ഞു തന്നിട്ടില്ല, വലിയ തെറ്റാണ് എനിക്ക് സംഭവിച്ചത്. അത് കേട്ട ഭാര്യ പറയും, നീ കാരണം എന്റെ 20 വർഷങ്ങൾ പോയി, നീ തിരിച്ചു പോയിക്കോ, എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണ്ട, ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു പോയിക്കോ, എനിക്ക് ഡിവോഴ്സ് വേണം, ഐ വാണ്ട് എ ഡിവോഴ്സ്. അപ്പൊ ഹീറോ വിഷമത്തോടെ, ഈ തീരുമാനം നിന്റേതാണ്, അതിന് കാരണക്കാരിയും നീയാണ്, ഇതിലെനിക്ക് പങ്കില്ല, നിനക്ക് വേണ്ടത് ഞാൻ തരാമെന്നും പറഞ്ഞ് കാറിനെയും പെണ്ണിനെയും അവിടെ തന്നെ നിർത്തിയിട്ട് ഇറങ്ങി നടന്നു പോവാ. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ സുന്ദരൻ പോലീസുകാരന് മറ്റൊരു PC വിളിച്ചിട്ട് പറയും, സാർ ടൗണിൽ വേറൊരു കൊലപാതകം കൂടെ നടന്നിരിക്കുന്നു, ആ വിക്ടിം ഒരു ലേഡിയാണ്, നമുക്ക് അവരുടെ CCTV ഫൂട്ടേജ് തരാമെന്ന് പറഞ്ഞ ലേഡീനെയാണ് ആരോ കൊന്നിരിക്കുന്നത്. അതായത് ആദ്യ കൊലപാതകം നടന്നതിന്റെ ചില വിഷ്വൽസ് കിട്ടിയ അടുത്ത വീട്, ആ വീട്ടിലുണ്ടായിരുന്ന ലേഡീനെയാണ് ആരോ കൊന്നിട്ടുള്ളത്. ഞാൻ എത്രയും പെട്ടെന്ന് സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞ് പോലീസുകാരൻ കോൾ കട്ടെ. ഈ സമയത്ത് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഭാര്യ തുണികളും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുക. കല്യാണ മോതിരം വരെ ഊരി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഹീറോയ്ക്ക് കൂടുതൽ വിഷമാവും. ആള് പൊട്ടി കരയാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ഹോട്ടലിലെ കൂട്ടുകാരനില്ലേ, അയാൾ ഓൾറെഡി ഡിവോഴ്സ് ആയതാ, അതുകൊണ്ട് പറ്റിയ കമ്പനി. പുള്ളിക്കാരനോടൊപ്പം ചെന്ന്
അടുത്തുള്ള പബ്ബിൽ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്തായിരിക്കും ബെറ്റി അങ്ങോട്ട് വരുന്നത്. ഹീറോ ബെറ്റിയെ കണ്ട്, നീ എന്നോട് ദേഷ്യപ്പെടണ്ട, മറാക്കിയായിട്ടൊരു മീറ്റിംഗ് സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾ സ്നേഹത്തോടെ പിരിഞ്ഞോളൂ, അടി ഉണ്ടാക്കണ്ട, ഞാൻ കാര്യങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഹീറോ ഫിറ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ബെറ്റിയുടെ പബ്ബിലുള്ള മൊട്ടത്തലയൻ ബോയ്ഫ്രണ്ട് അയാൾ വന്ന് ഹീറോയുടെ മോന്തയ്ക്ക് ഒരു കുത്തു കൊടുക്കും. ഹീറോ അടിയും കൊണ്ട് പുറത്തു പോയിരുന്ന് റെസ്റ്റ് ചെയ്യുക. കൂടെ ഹോട്ടലുകാരനുണ്ട്. ഈ സമയത്ത് ബെറ്റി അങ്ങോട്ട് വരുമ്പോൾ ബെറ്റി വീണ്ടും ഇടിക്കാൻ വരാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടലുകാരൻ അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പൊ ഹീറോ, നീ വീണ്ടും ഇടിക്കാൻ ബോട്ടിലായിട്ട് വന്നിരിക്കുകയാണോ, നിനക്ക് എന്താടി വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ബെറ്റി പറയും, ഞാൻ നിങ്ങൾ ഇടിക്കാൻ വന്നതല്ല, നിങ്ങൾ എന്നെ സഹായിച്ചു, എന്നെ കാണിച്ചു കൊടുത്തില്ല, അതിന് നന്ദി പറയാൻ വന്ന, നിങ്ങൾ കുറ്റക്കാരനല്ല. ഞാൻ ആ മറാക്കയെ ചതിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാനിപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകാറില്ല, അതാണ് സത്യം, അതുകൊണ്ടാണ് അവൻ എന്നെ സംശയിക്കുന്നത്. എന്നാൽ മറാക്കയ്ക്കാവട്ടെ 10ഉം 20ഉം പെമ്പിള്ളേരുണ്ട്, അതിലൊരുത്തി മാത്രമാണ് ഞാൻ. എനിക്ക് അങ്ങനെ കഴിയാൻ താല്പര്യമില്ല. അവൻ എൻ്റെ വീഡിയോ കാണട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് നിങ്ങളെ ദേഷ്യപ്പെടുത്തിയത്. ആ വീഡിയോ കണ്ടിട്ട് അവനെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നെനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് പറ്റിയ ആളല്ല അവൻ. ഞാൻ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരാളെയാണ് എനിക്ക് വേണ്ടത്, എൻ്റെ മനസ്സ് കേൾക്കുന്ന ആൾ. ഇത് കേട്ടിട്ട് ഹീറോ പറയും, സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അവർ സംസാരിക്കുന്ന കേൾക്കുന്ന ഒരു പെണ്ണിനെ വേണമെന്ന് ആഗ്രഹമുണ്ട്. എന്തോ പലപ്പോഴും അത് നടക്കാറില്ല. ഇത് കേട്ടിട്ട് ബെറ്റി, നിങ്ങൾ വിഷമത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ബിയർ അടിച്ച് കടന്നോളൂന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഞാൻ വിചാരിച്ചു അവൾ കേൾക്കുമെന്ന്, എന്തായാലും പോട്ടെ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹീറോ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഫിയാൻസിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തില്ലേ, ആ പാവം മനുഷ്യൻ ഹീറോയെ കാണാൻ വന്നിട്ടുണ്ട്. ഹീറോ പറയും, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോൺ ഇനി ഓൺ ആയിട്ടില്ല, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം അയാള്, ഇനി അന്വേഷിക്കേണ്ട ആവശ്യമില്ല സാർ, ഞാൻ അവളുടെ ഡെഡ് ബോഡി കണ്ടിട്ടാണ് വരുന്നത്, നിങ്ങളുടെ സഹായത്തിന് നന്ദി, അവൾ കൊല ചെയ്യപ്പെട്ടതാ, എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഇതും പറഞ്ഞ അയാള് ആ പെണ്ണ് കൊല ചെയ്യപ്പെട്ടതിന്റെ വാർത്ത ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ഹീറോ ഓർക്കുക, ഇന്നലെ ഹീറോ ആ പെണ്ണിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഭാര്യ ഹോട്ടലിലാണ് എന്ന കോള് വന്നപ്പോഴാണ് ആ സീൻ അതോടെ വിട്ടിട്ട് അങ്ങോട്ട് ഓടിച്ചെന്നത്. ഒരുപക്ഷെ തന്റെ കുടുംബകാര്യം നോക്കിയില്ലായിരുന്നെങ്കിൽ ആ പെണ്ണിന്റെ ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു. വലിയ തെറ്റാണ് തനിക്ക് പറ്റിയതെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അപ്പോഴായിരിക്കും ആ ചെറുപ്പക്കാരൻ, നിങ്ങളാൽ കഴിഞ്ഞ അന്വേഷണം നടത്തിയല്ലോ, അതുകൊണ്ട് ഈ പണം വെച്ചോളൂ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള പണം ഹീറോയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഹീറോ അത് വാങ്ങിക്കില്ല. അയാൾ നിർബന്ധിച്ച് കൊടുത്തിട്ട് അയാളെ ഫോണും വാങ്ങിച്ച് ഇറങ്ങിപ്പോകും. ഹീറോയ്ക്കാണെങ്കിൽ തന്മേൽ തന്നെ ഭയങ്കര ദേഷ്യമായി. തനിക്ക് വലിയ തെറ്റാണ് പറ്റിയത്. ഒരു പെണ്ണിന്റെ മരണത്തിന് അങ്ങേരും കാരണക്കാരനായി. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവൻ രക്ഷപ്പെടുത്തായിരുന്നു. ഇപ്പൊ കയ്യിലുള്ള എവിഡൻസ് ആ കൊലയാളിയുടെ കാറിന്റെ നമ്പർ മാത്രമാണ്. ഹീറോ അതുമായിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. അവിടുന്ന് റീസെന്റ് ആയിട്ട് നടന്ന കൊലയാളിയുടെ വിവരം എന്റെ കയ്യിലുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയും. അന്വേഷണ ഉദ്യോഗസ്ഥനാവട്ടെ നമ്മുടെ സുന്ദരം പോലീസാ. നടന്ന 2 ക്രൈമിനും ഞാനാണ് ഇൻചാർജ് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ഹീറോയുടെ വിവരങ്ങളെല്ലാം ഒരു റിപ്പോർട്ടായിട്ട് എഴുതി വാങ്ങിക്കുകയാണ്. നിങ്ങൾ എന്താണ് കണ്ടതെന്ന് പോലീസുകാരൻ ചോദിക്കും. ക്യാപ്പും മാസ്കും ധരിച്ച് ഒരു ചെറുപ്പക്കാരൻ അവളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു. കാർ നമ്പർ പ്ലേറ്റ് ഇതാണെന്നും പറഞ്ഞ് ഹീറോ ഫോട്ടോ കാണിച്ചു കൊടുക്കും. പോലീസുകാരൻ ഉടനെ PC പോലീസിനെ വിളിച്ചിട്ട് ആ നമ്പർ പരിശോധിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ആ പെണ്ണിന്റെ ഫിയാൻസി അവളെക്കുറിച്ച് അന്വേഷിക്കാൻ എന്നെ ഏൽപ്പിച്ചാണ്. ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. ഞാൻ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക പേഴ്സണൽ കാര്യത്തിന് എനിക്ക് അർജന്റായിട്ട് അവിടെ നിന്ന് പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ എനിക്ക് കാണാൻ പറ്റാതായത്. ഇത് കേട്ട പോലീസുകാരൻ ചോദിക്കും, നിങ്ങളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്, എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഇത്രയും ഇറസ്പോൺസിബിളായി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കാരണം എന്താണ്? അത് വളരെ മോശമായി പോയല്ലോ, എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസുകാരൻ പറയും. അതിന് ഹീറോ, എന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട്, അവരെ ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടുവെന്ന് എന്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പോയത്, ഈ കാരണം മതിയോ? ഇതാണ് സത്യമെന്ന് ഹീറോ പറയും. അപ്പോഴായിരിക്കും ആ നമ്പർ ചെക്ക് ചെയ്യാൻ വിട്ട പോലീസുകാരൻ വന്നിട്ട്, സാർ ഇത് ഫേക്ക് നമ്പർ പ്ലേറ്റ് ആണെന്ന് പറയുക. ഇത് കേട്ട പോലീസുകാരൻ തന്റെ തൂവാലയെടുത്ത് കഴുത്തിലെ വിയർപ്പ് തുടയ്ക്കുന്നുണ്ട്. അത് കണ്ട് ഹീറോ ഞെട്ടും. ഇവിടെയാണ് വമ്പനൊരു ട്വിസ്റ്റ്. ഹീറോ ആ ഫിയാൻസിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ കൊല്ലാൻ വന്ന കില്ലർ ഇതുപോലെ കഴുത്ത് തുടച്ചിരുന്നു. 2 പേരും ചെയ്യുന്ന ഒരേ പ്രവർത്തനമാണ്. ഇപ്പൊ പോലീസുകാരൻ ചോദിക്കുന്നു, സോ നിങ്ങൾ അയാളുടെ മുഖം കണ്ടിട്ടില്ല, അതുപോലെ അയാൾ വീടിനകത്തേക്ക് കയറുന്നതും കണ്ടിട്ടില്ല, പെണ്ണ് കൊല ചെയ്യപ്പെട്ടതും കണ്ടിട്ടില്ല, അതല്ലേ സത്യം? അയാളാണ് കൊലയാളിയെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് കേട്ട ഹീറോ ചിരിച്ചുകൊണ്ട് പറയും, അതെ സാർ, എനിക്ക് ഉറപ്പില്ല, ഞാൻ ആ കാറ് വന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറൊന്നും അറിയില്ല എന്ന് പറയും. അത് കേട്ട പോലീസുകാരൻ, നിങ്ങളുടെ സഹായത്തിന് നന്ദി, നിങ്ങൾ തന്ന തെളിവുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, നന്ദിയുണ്ട്, നിങ്ങൾക്ക് പോകാം എന്ന് പോലീസുകാരൻ പറയും. ഹീറോ ചിരിച്ചുകൊണ്ട് മെല്ലെ അവിടുന്ന് എസ്കേപ്പായി ഓടി വന്ന് കാറിൽ കയറി പേടിച്ച് മുകളിലേക്ക് നോക്കുമ്പോണ്ട് ഈ സുന്ദരം പോലീസ് ഹീറോയെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക.